പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ മാനുഷികമായ വാക്കുകൾ, നിന്ദകൾ, പരിഹാസങ്ങളൊക്കെ കേട്ട് തളർന്നു പോകാറുണ്ടല്ലേ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 51 അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനം ആയുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പുഴു അവരെ വസ്ത്രത്തെപ്പോലെ അരിച്ചു കളയും, കൃമി അവരെ കമ്പിളിയെപ്പോലെ തിന്നുകളയും. ഇവിടെ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുന്നൊരു ദൈവിക ആലോചനയാണ്. നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് എനിക്ക് കൈമാറാനുള്ളൊരു ദൈവിക സന്ദേശം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കുന്ന നിന്ദയുണ്ടല്ലോ, നിങ്ങൾ കേൾക്കുന്ന പരിഹാസങ്ങളുണ്ടല്ലോ, അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. യേശു കർത്താവ് തന്നെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഈ ലോകം എന്നെ പകച്ച ലോകമാണ്, അത് തീർച്ചയായിട്ടും നിങ്ങളെയും പകയ്ക്കും. കർത്താവിനെ നിന്ദിച്ച ലോകം, കർത്താവിനെ പരിഹസിച്ച ലോകം, കർത്താവിനെ കൈക്കൊള്ളാത്ത ജനം ഉള്ള ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും യേശു കർത്താവിനെ പിൻപറ്റുന്ന, സത്യത്തെ പിൻപറ്റുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ നിന്ദകളും പരിഹാസങ്ങളും ദൂഷണങ്ങളൊക്കെ കടന്നു വരും. എന്നാൽ കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പ്, നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ പേടിക്കരുത്. സ്റ്റാർട്ടും നിങ്ങൾ ഭ്രമിച്ചു പോകരുത്, അവരുടെ ദൂഷണങ്ങൾ നിമിത്തം നിങ്ങൾ ഭ്രമിച്ചു പോകരുത്. ദൈവമക്കളെ, ആരെങ്കിലും ഏതെങ്കിലും ഒരു വാക്ക് നിമിത്തം ഭയപ്പെട്ടിരിക്കുന്നവരാണോ? ആരെങ്കിലും ഏതെങ്കിലും ഒരു വാക്ക് നിമിത്തം ക്ഷീണിച്ചിരിക്കുന്നവരാണോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് കൈമാറാനുള്ള അതേ ദൈവിക ആലോചനയാണ്. നിങ്ങൾ അതൊന്നും നിമിത്തം ഭയപ്പെടാനുള്ളവരല്ല. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് കർത്താവിന് വലിയ പദ്ധതിയുണ്ട്. ഇതൊന്നും കേട്ട് നിരാശപ്പെട്ടിരുന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് എത്താതിരിക്കാനുള്ളവരൊന്നുമല്ല നമ്മൾ. സ്തോത്രം. കർത്താവ് നമ്മയൊക്കെ കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇതിലെത്തിക്കാതിരിക്കാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന പല വാക്കുകൾ നമ്മെ പുറകോട്ട് വലിക്കും. ഇങ്ങനെയുള്ള ചില പരിഹാസങ്ങൾ, ചില നിന്ദകളൊക്കെ നമ്മെ ക്ഷീണിപ്പിച്ചു കളയും, തളർത്തിക്കളയുവാൻ വേണ്ടി പിശാച് ഇങ്ങനെയൊക്കെ കൊണ്ടുവരും. എന്നാൽ അതിലൊന്നും ക്ഷണിച്ചു പോകാതെ, അതിനെ ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ട, അതിനെ ഒന്നും ഓർത്ത് പേടിക്കേണ്ട. കാരണം കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവരുടെ വാക്കിനൊന്നും ഒരു വാല്യൂം ഇല്ല. ഈ ഒരു അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്, ഈ പറയുന്നവരുടെ വാക്കിന് ഒരു വിലയില്ല. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുക, വാക്കുകളിൽ തളർന്നു പോകാതെ ദൈവത്തിന് വേണ്ടി